ഇന്ന് നമ്മൾ ചോപ്പ് എന്ന് പറഞ്ഞൊരു ആഡ് ഓണിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. ഇപ്പം മരം മുറിക്കാനൊക്കെ ഭയങ്കര പാടുള്ളവർക്ക് യൂസ് ചെയ്യുന്ന ഒരു പെയ്ഡ് ആഡ് ഓണാണിത്. നല്ലൊരു മരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബ്ലോക്സ് മിക്കവാറും ഒരു സ്റ്റെപ്പായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഇതുണ്ട് പക്ഷെ അതുപോലും പെട്ടെന്ന് നമുക്ക് മുറിച്ചിടാൻ പറ്റുന്നതാണ്. വുഡ് ടൈപ്പ് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്ലാങ്ക്സ് ഒന്നും ഇത് ചോപ്പർ കട്ട് ചെയ്യുന്നത്. മാംഗ്രൂട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ട്രീസിലെല്ലാം നമുക്ക് ഇതേപോലെ സാപ്ലിങ്സ് എൻ്റെ കയ്യിലിരിക്കുന്ന എനിക്ക് താമസം. പക്ഷേ ഇതിന് പ്രൊപ്പഗേബിൾ ആയതുകൊണ്ട് അത് വളരാനുള്ള സമയം എടുക്കും. മറ്റു പേരുകളിലെ ലീസ് എടുക്കാൻ പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. ഫിൽറ്ററപ്പ് ചെയ്യപ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഫാൾ ഡാമേജ് അടിയിട്ടിട്ടുണ്ട്. ഇനി പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഈ മാംഗ്രൂവ്സിൻ്റെ റൂട്ട് മാത്രം നമുക്ക് കണക്റ്റഡ് ആണെങ്കിലും പെട്ടെന്ന് കണ്ടിന്യൂസ് കംപ്ലീറ്റ് പൊട്ടി വരത്തില്ല. പക്ഷേ വുഡൊക്കെ ഇതുപോലെ പെട്ടെന്ന് പൊട്ടും. ചോപ്പർ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഗോൾഡൊന്നും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് അയൺ ആക്സ് വെച്ച് മാത്രമേ സാധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മുറിച്ച് വരുന്നുണ്ട്. ഇതൊരു 3x3 ഒരു വലിയൊരു ട്യൂബ് കണക്ക് കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ നടുക്ക് സെൻറ്റർ ബ്ലോക്ക് നമ്മളൊരു വുഡാണ് കൊടുത്തിട്ടുള്ളത്, ഓക്കിൻ്റെ. അപ്പം നമുക്ക് തിരികൊടുത്തി നോക്കാം. ഒരു അടുത്ത എൻചാൻറ്റിങ് നോക്കാം. നമ്മൾ ഇപ്പോൾ സിറ്റച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കി പിന്നെ നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് വെള്ളത്തിനടിയിലിട്ട് നോക്കാം. അണ്ടർ വാട്ടർ എക്സ്പെരിമെൻറ്റ്. നമ്മളിപ്പം എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഷിപ്പ് ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് അറിയണം. കാരണം ഷിപ്പ് ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിറങ്ങണ്ടല്ലോ, ഇതിനങ്ങ് പറഞ്ഞിട്ടാൽ മതിയല്ലോ. പൊട്ടിച്ചിട്ട് എല്ലാവരുടെയൊക്കെ നമുക്ക് ലൂട്ട് മുകളിൽ കിടക്കും, വെള്ളത്തിൻ്റെ മുകളിലോട്ട് പൊങ്ങി വരികയും. അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.